ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഫേമസ് ആയ കുടു റോള് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ കാണുന്നില്ല, ഭയങ്കര വലിയ സൈസാണ് കുടു റോൾ. ചെങ്ങനുണ്ട്, നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വരും. ഇനിയിപ്പം ഡിന്നർ വേണ്ട, അത്രയും ഹെവി ക്വാണ്ടിറ്റി. ഇത് വിഷയമാണ് ഗൈസ്, നോക്കൂ, ഇത് വിഷയമാണ് ക്രീം കുനാഫ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ കമ്മനഹള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ കൂടെ ഉണ്ട് സുഹൃത്ത് അസ്ലാമുണ്ട്. അസ്ലാം, അതെ, എന്നാണ് വിശേഷം? അടിപൊളി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ 1-2 ഷോപ്പ് കണ്ടുവച്ചിട്ടുണ്ട്. ഒന്ന് നിങ്ങളിപ്പോൾ കാണുന്ന അൽബൈൻ റെസ്റ്റോറൻറ്റ്. അപ്പം ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മൾ ഒരു ചിക്കൻ കീമ റോളും അതുപോലെ തന്നെ ഒരു ചിക്കൻ കുടു റോളും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പോയി ക്യൂ നിൽക്കണം. ക്യൂ നിന്നിട്ട് നോക്കാം നമുക്ക് കിട്ടുന്ന ജമ്പ് റോൾ എങ്ങനെയുണ്ടോ. ഗൈസ്, ഇവിടെ വീണ്ടും ക്യൂ നിൽക്കണം. ഗൈസ് നമ്മുടെ റോള് വന്നിട്ടുണ്ട്. അപ്പോൾ റോളൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതാണ് ഇവിടുത്തെ ജമ്പ റോള്. അപ്പോൾ ഇവർ പേരൊക്കെ എഴുതിയിട്ടുണ്ട് ഗൈസ്. ഇത് കീമ റോളാണ്. അതുപോലെ തന്നെ ഇത് കുടു റോളാണ്. അപ്പം ഇതാണ് ഈ റോളിൻ്റെ സൈസ് വരുന്നത്. ഇതാണ് മറ്റേ ജംബോ റോൾ. അപ്പം ഈ ഒരു ഹോട്ടലിലെ മെയിൻ ഐറ്റമാണ് ഇവിടുത്തെ ഈ കുടു റോളും കീമ റോളും. ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഫേമസ് ആയ കുടു റോള് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ കാണുന്നില്ല, ഭയങ്കര വലിയ സൈസാണ് കുടു റോൾ. ചെങ്ങനുണ്ട്. അപ്പം എത്ര പൊതിയാണോ? ഇഷ്ടം പോലെ പൊതിയുണ്ടല്ലോ. 1, 2, 3 പൊതി, 4 പൊതി. പൊതിക്കുന്ന നല്ലതാണ്. പിന്നെ ഇത് വീഴും. ഗൈസ്, ഇതാണ് കുടു ജംബോ റോൾ. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. ഒന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വേറെ ഫുഡ് വേണ്ട, അമ്മാതിരി സൈസാണ്. അപ്പോൾ ട്രൈ ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബൈറ്റ് എടുക്കാം. ഒന്നും പറയാനില്ല, എനിക്കിഷ്ടപ്പെട്ടു. അതായത് മയോണീസും അതുപോലെ തന്നെ മലി റൊട്ടിയും പിന്നെ അല്ലറ ചില്ലറ ചിക്കൻ്റെ കുറച്ച് സ്റ്റഫിങ് ആണ് ഇതിലുള്ളത്. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്രഞ്ച് ഫ്രൈസും അത്യാവശ്യം ലെറ്റ്യൂസൊക്കെ ഉണ്ട് ഇതിൽ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു ജ്യൂസി ആയിട്ടുള്ളൊരു റോളാണിത്, ഒന്നും പറയാനില്ല. അസ്ലാമേ, കഴിച്ചോ? അതെ, ഇവിടെ തന്നെ ഓപ്പൺ ആക്കുക. നേരെ തിരിച്ച് ഓപ്പൺ ആക്കിയാൽ കിട്ടി സാധനം കിട്ടി. ഒന്ന് റൊമാലിയുടെ ഇതുപോലെ ഉണ്ടല്ലോ. സംഭവം ഒരു വെറൈറ്റി ടേസ്റ്റ്. നോർമലി കഴിക്കാനായിട്ടും എന്തൊക്കെ ഒരു ഡിഫറെൻറ്റ്. നല്ലൊരു ജ്യൂസി മൂടില്ല. നല്ല ജ്യൂസി, വായിലിനെ കടിക്കും ഇങ്ങനെ അലിഞ്ഞു പോകുന്നത്. ചിക്കനാണ്, പക്ഷെ ചിക്കൻ ഇങ്ങനെയൊക്കെ ഭയങ്കര സ്മൂത്ത്. ഗൈസ്, അപ്പോൾ നമ്മൾ ജംബോ റോൾ ട്രൈ ചെയ്തു. കഴിച്ചു തീർക്കാൻ പറ്റിയില്ല, അമ്മാതിരി ഹെവി സൈസ് സാധനമാണ്, ഒന്നും പറയാനില്ല. ഇനി അത് കഴിച്ചതിന് ശേഷം നമുക്ക് വേറൊരു ഫുഡും വേണ്ട, അമ്മാതിരി വേറെ നിറഞ്ഞിട്ടുണ്ട്. ഭയങ്കര ഹെവി സാധനം. നിങ്ങൾ ഈ കമ്മനഹള്ളി ഈ ഏരിയയിൽ വരുവാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട സാധനമാണ്. അസ്ലാമോട് ചോദിച്ചാൽ അസ്ലാം ഇഷ്ടപ്പെട്ടോ ഇല്ലയോ? അസ്ലാമേ, എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? അടിപൊളി. ചെക്കന്മാരുടെ ഫുഡ് ഒരു രക്ഷയില്ല, വേറെ സീനാണ്.
നമുക്ക് ഒരു വട്ടം എന്തായാലും ട്രൈ ആക്കാനുള്ളതുണ്ട്. ഒരു വട്ടമല്ല, നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വരും. ഇനിയിപ്പം ഡിന്നർ വേണ്ട, അത്രയും ഹെവി ക്വാണ്ടിറ്റി. ഒരു 10ൽ നമുക്കൊരു 8.5 ഒക്കെ റേറ്റിംഗ് എന്തായാലും കൊടുക്കാം. അത്ര അടിപൊളി ഫുഡാണ്. അസ്ലാമേ, നമുക്കെന്നാൽ പിന്നെ ഒരു കുനാഫ ട്രൈ ചെയ്താലോ? എന്താ പറയുന്നു? എനിക്ക് തോന്നുന്നില്ല, എനിക്ക് കഴിക്കാൻ പറ്റും തോന്നുന്നില്ല. വിഷയമാണ്. അതായത് ദമ്മായി പിന്നല്ല നല്ല രീതിയിലാണ്. ഓക്കെ, പിന്നെ ഗൈസ് നമുക്കൊന്ന് കുനാഫ ട്രൈ ചെയ്ത് നോക്കാം. ബാംഗ്ലൂർ ഞാൻ ഇതുവരെ കുനാഫ കഴിച്ചിട്ടില്ല. കാസർഗോഡ് ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ബാംഗ്ലൂർ നമ്മൾ കുനാഫ ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടി പോകണം. ഞാനാണെങ്കിലും അസ്ലമാണെങ്കിലും ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ അതുപോലെ ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്ത് കുനാഫ ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ നമ്മൾ ഉള്ളത് കുനാഫ വേൾഡിലാണ്. ബാംഗ്ലൂരിൽ കാണാം. ഞാനും അസ്ലാമും ഉണ്ട്. അസ്ലാമേ, അപ്പോൾ കുനാഫ ട്രൈ ചെയ്യല്ലേ? ചെയ്യാം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ വയറില്ല കഴിക്കാൻ വേണ്ടി, എന്നാലും നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ ഓക്കെ. സർവീസാണോ? സർവീസ്. ഞാൻ ലാസ്റ്റ് കഴിച്ച കുനാഫ ഉണ്ടല്ലോ, ഇത് 1.5 കുനാഫയായിരുന്നു. ഈ സാധനം എൻ്റെ മോനെ ഇങ്ങോട്ടല്ലോ. ഇത് വിഷയമാണ് ഗൈസ്, നോക്കൂ, ഇത് വിഷയമാണ് ക്രീം കുനാഫ. നമുക്കൊരു കാര്യം, നമുക്ക് ക്രീം കുനാഫ ട്രൈ ചെയ്താലോ? ഓക്കെ. एक क्रीम कुनाफा. ഗൈസ്, അപ്പോൾ നമ്മളിതിൽ 4 മിനി കുനാഫാസാണ് ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് 4 കുനാഫാസിൻ്റെ ഒരു കോംബോ കിട്ടും. നല്ല എസ്തറ്റിക് ആണല്ലോ അസ്ലാമേ, അല്ലേ? ഈ കഫേ നല്ല എസ്തറ്റിക് ആയിട്ടുണ്ട്. ഗൈസ്, നമ്മുടെ കുനാഫ വന്നിട്ടുണ്ട്. ട്രൈ ചെയ്യും ഗൈസ്. അപ്പോൾ നമ്മുടെ 4 മിനി കുനാഫാസ് വന്നിട്ടുണ്ട്. കുനാഫ എന്ന് പറയുന്നത് ഒരു ടർക്കി സാധനമാണ്. ടർക്കിയിലെ ഒരു ഡെസേർട്ടാണ് കുനാഫ. അപ്പോൾ നമ്മൾ ഓരോ കുനാഫയിൽ നിന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ കുനാഫ ട്രൈ ചെയ്ത് നോക്കാം. കുനാഫ എങ്ങനെ കഴിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സ്പൂണിൽ കുനാഫ എടുക്കണം. കുറച്ച് ഇതൊരു സൊല്യൂഷനാണ്. അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. ഞാൻ നാട്ടിൽ കഴിച്ച അതേ രുചിയാണ് ഈ കുനാഫയ്ക്കുള്ളത്. നിങ്ങളുടെ ഇസ്ലാമേ? നല്ല മധുരം. ഞാൻ പറഞ്ഞ മധുരമാണല്ലോ. ഷുഗർ സിറപ്പ് കൊണ്ട് കഴിച്ചു കഴിഞ്ഞാൽ കിളി അങ്ങോട്ട് പോകും. ആദ്യം മധുരം കഴിച്ചാൽ നൈസായി തോന്നിയത് ചോക്ലേറ്റാണ്. അപ്പോൾ എല്ലാവരും വന്നിട്ട് ട്രൈ ചെയ്യുമ്പോൾ എന്തായാലും ചോക്ലേറ്റ് മസ്റ്റ് ട്രൈ ആണ്. നൈസാണ്. ട്രൈ രുചി ഉണ്ടെന്ന് പറഞ്ഞ് ഇത് പൊളി കേട്ടോ. ഇത് വേറെ വിഷയമാണ്. ഇത് വിഷയ സാധനമാണ്. ഗൈസ്, എനിക്ക് തോന്നുന്നത് ക്രീമി കുനാഫയാണ്. എനിക്ക് ഇഷ്ടപ്പെടുന്നത്. ചോക്ലേറ്റ് ഭയങ്കര മധുരമാണ്. ക്രീമി കുനാഫ വേറെ ലെവല്. ഗൈസ്, നിങ്ങൾ ബാംഗ്ലൂരാണെങ്കിലും ഈ ബാംഗ്ലൂർ മെട്രോ സിറ്റിയിലുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു ഫുഡ് ഐറ്റമാണ് കുനാഫ. ഒരു മസ്റ്റ് ഹാവ് ഫുഡാണ്. എപ്പോഴെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു അടിപൊളി കിടിലൻ ഡെസേർട്ടാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ജംബോ റോൾ ട്രൈ ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ കുനാഫ വേൾഡിൽ നിന്ന് കുനാഫ ട്രൈ ചെയ്തു. നമുക്കിനി ഒന്നും പറ്റുന്നില്ല. വയറൊക്കെ ഞങ്ങൾ വേറെ എന്തെല്ലാം കഴിക്കണം വിചാരിച്ച് വന്നതാണ്, പക്ഷേ പറ്റുന്നില്ല. ജംബോ റോളിൽ നമ്മുടെ കപ്പാസിറ്റി കഴിഞ്ഞ് നമ്മൾ വീണ്ടും കുനാഫോണ് കഴിച്ചപ്പോൾ ഫ്ലാറ്റായി. അപ്പോൾ ഗൈസ്, ഞാൻ ഏതായാലും ഈ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ബാംഗ്ലൂർ ഉള്ളവർക്ക് ഈ സ്പോട്ട് വന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. കുനാഫ വേൾഡിൽ കുനാഫ ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ജംബോ റോൾ ട്രൈ ചെയ്യണം. പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നോടം വരെ
ബൈ. ഓക്കെ.